സർ, ജാമ്യം കിട്ടിയ TG മോഹൻദാസിന് ജന്മനാടായ മട്ടാഞ്ചേരിയിൽ വമ്പിച്ച സ്വീകരണമാണ് കിട്ടിയത്. ഷാളുകൾ പതപ്പിക്കുന്നു, ആൾക്കാരൊക്കെ കൂടുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പേടിപ്പിക്കാൻ വന്നവർ അവർ പേടിച്ച് നാണം കെട്ടുപോയി എന്ന് പറഞ്ഞു. ഇപ്പോഴാണോ ഈ രാഷ്ട്രീയ നിരീക്ഷകനെ കുറിച്ച് ജനം അറിഞ്ഞത്? കാര്യം എത്രയോ കാര്യങ്ങളിൽ പുള്ളി ഇപ്പം പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ അതിൽ എത്രയോ വലിയൊരു മനുഷ്യനായിരുന്നു പുള്ളി പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്നൊരു വ്യക്തിയായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു, അഭിഭാഷകനായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലായത്, ഒരു അറസ്റ്റ് വന്ന് ജാമ്യം കിട്ടിയപ്പോഴാണോ ജനം ഇയാളെ തിരിച്ചറിഞ്ഞത്. അല്ല, ജനം അയാളെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ അയാൾക്കിപ്പം അയാളെ കുരുക്കുന്നതിന് വേണ്ടി ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ ആവേശത്തോടു കൂടി ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ജനത്തിന് അദ്ദേഹത്തെ നേരത്തെ മനസ്സിലായി, അയാൾ പറയുന്നത് വാസ്തവമാണ്, അയാൾ ഒരു രാജ്യസ്നേഹിയാണ്, അയാൾ ഒരു പദവിക്കും വേണ്ടിയോ മറ്റു പലതിനോ ഒന്നും അല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് അയാളെ സ്നേഹിക്കുന്ന ലക്ഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചെറിയ വിരലിലുള്ള എണ്ണാവുന്ന ചാനലുകളും മറ്റ് ചില ശത്രുക്കളും വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതല്ല. ഇവിടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അവരുടെ പിന്തുണ മതി എനിക്ക്, അതെനിക്ക് കൂടുതൽ ആവേശവും ഊർജവും നൽകുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു പദവിയിലേക്ക് എത്തിയില്ലേ TG എന്താണെന്നുള്ള കാര്യം TGയെ കുരുക്കാൻ നിന്നവർക്ക് മനസ്സിലായി. TG ഇങ്ങനെ ഒരു ചാനലിനകത്തൊക്കെ ഇപ്പം അല്ലെങ്കിൽ നടത്തി പുള്ളിയുടെ കുറെ കാര്യങ്ങളൊക്കെ അതിന് പ്ലാറ്റ്ഫോമുകളുണ്ട്, കേൾക്കാൻ ആളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജോലി നോക്കി 70ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട്ടിൽ പോയിരിക്കുകയും ഇടയ്ക്കിടയ്ക്കൊക്കെ അസുഖമൊക്കെ വരും. കാരണം പ്രായത്ര ഉണ്ടല്ലോ, നമുക്കറിയാവുന്നുണ്ട്. അസുഖമൊക്കെ വരും. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി വന്ന് പോകുന്ന ഒരു അവസരത്തിലാണ് TGയുടെ ഒരു ഹിതപരിശോധന നടത്തി. ആരാ? ഇവിടുത്തെ ചാനലുകാരും ഇവിടുത്തെ ഗവൺമെന്റും മതമൗലികവാദികളും മറ്റു പലരും ഒക്കെ TGയുടെ ഒരു ഹിതപരിശോധന നടത്തി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് അങ്ങോട്ട് എടുത്ത് TG അങ്ങോട്ട് പിടിച്ച് ജയിലിൽ അങ്ങോട്ട് ഇട്ട് നമുക്ക് തീർത്ത് കളയാവുന്നുള്ള രീതിയിലേക്കാണ് പുള്ളി എല്ലാം നോക്കിയത്. അപ്പം അദ്ദേഹം വളരെ ഉത്തരവാദിത്തപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളവനാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തോട് വലിയ വലുപ്പത്തിൽ സ്നേഹമുള്ളവനാണ്. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്നാണ്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റ് പലരുടെയും കൂട്ട് ഇന്ത്യ ഒറ്റുകൊടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ വിരുദ്ധമായിട്ട് എന്തു സംഭവിക്കുന്നോ അത് വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ബോധ്യം വരുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ വന്ന കേസ് നേരത്തെയും പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും ഈ പറയുന്ന ചാണക സംഖ്യയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. പല വിഷയങ്ങളും ഇതുപോലെ പറയുമ്പോഴും TG വെല്ലുവിളിച്ച് നിൽക്കുന്നു പറഞ്ഞാൽ അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു. അതിനുശേഷം അയാൾ 10 കൊല്ലം മുമ്പ് 61ാമത്തെ വയസ്സിൽ അയാൾ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തതാണ്. വളരെ വലിയ വിജ്ഞാനമുള്ള മനുഷ്യനാണ്. അപ്പൊ അയാള് ഈ പാറ്റാ സമരത്തെ പറ്റി അയാൾ നടത്തിയ നിരീക്ഷണം വളരെ കൃത്യമാണ്. ആ സമരത്തിനകത്ത് അയാൾ പറഞ്ഞത് എന്താണ് അയാൾക്ക് വളരെ വലിയ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാകുന്നത്? ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പം ആര് കേസെടുത്താലും ആര് പ്രശ്നം ഉണ്ടാക്കിയാലും അയാൾക്കറിയാം, എനിക്ക് എൻ്റെ ശരിയായ രീതിയിൽ ഈ കേസുമായിട്ട് വരുമ്പോൾ എന്നെ വ്യാജമായിട്ട് അറസ്റ്റ് ചെയ്താൽ എൻ്റെ പേരിൽ ഇടാവുന്ന വകുപ്പുകൾ, ഞാൻ ചെയ്ത തെറ്റുകൾ അത് ഇത്രയ്ക്കുള്ളൂ, അതിനപ്പുറം ഇട്ടാൽ പോലും അവിടെ ചെല്ലുമ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് ഇത് പരിശോധിക്കുമല്ലോ. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിനും പറയാനറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം നിൽക്കുന്ന വക്കീലിന് പറയാനറിയാം, അന്നേരം ജാമ്യം കിട്ടും. അതുകൊണ്ടാണ് പുള്ളി വണ്ടിയെ കയറിപ്പിടിച്ച് ചിരിച്ചോണ്ട് പോയത്. പക്ഷെ പുള്ളി ഇതുവരെ ഡിലേറ്റ് ചെയ്തിട്ടില്ലല്ലോ. പോസ്റ്റ് ഡിലേറ്റ് ചെയ്യാനില്ലെന്ന് മാത്രമല്ല, അത് മോശമായ പോസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പലരും പറയത്തില്ലേ ഇത് ഡിലേറ്റ് ചെയ്യാൻ പറയത്തില്ലേ, തന്നെ ഡിലേറ്റ് ആവത്തില്ലേ? ഡിലേറ്റ് ആയില്ലല്ലോ. അപ്പൊ അതല്ല ഇതിനകത്തെ വിഷയം. TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു, ദേശത്തിന് വേണ്ടി സംസാരിക്കുന്നു, ഇന്ത്യക്കകത്ത് നടക്കുന്ന കൊള്ളരാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന ഈ മതേതരവാദികളുടെയൊക്കെ ശരിയായ മുഖം, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന മറ്റു പലതും, കേരളത്തിൽ നിഷ്പക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രീതി, ഈ പറയുന്ന നാട്ടിൽ സത്യവും അല്ലെങ്കിൽ ധർമ്മവും മറ്റു പലതും പുലരാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചു പോകുന്ന മാധ്യമങ്ങളുടെ യഥാർത്ഥ മുഖം, ഇതൊക്കെ അദ്ദേഹം വലിച്ചു കീറി. മനസ്സിലായല്ലോ? അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പുള്ളി ഇഷ്ടമല്ല, രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമല്ല, മതമൂല്യവാദികൾക്ക് ഇഷ്ടമല്ല, ഇസ്ലാമികർക്ക് ഇഷ്ടമല്ല. ഇവർ നിയന്ത്രിക്കുന്ന ഒരിടമാണ് കേരളം. ആ ഇടത്ത് പണത്തിന്റെ സ്വാധീനം, മാധ്യമത്തിന്റെ സ്വാധീനം, അധികാരത്തിന്റെ സ്വാധീനം മറ്റു പലതും ഉള്ള ഇടത്താണ് TG മോഹൻദാസ് എന്ന് പറയുന്ന 71കാരൻ ഒറ്റയ്ക്ക് നിന്ന് ഇവർക്കെതിരെ പോരാടുകയും ആ പോരാട്ടത്തിൽ എല്ലാം പുള്ളി വിജയിക്കുകയും ചെയ്യും. ഒരു ടോക്കിലെങ്കിലും
ഏതെങ്കിലും ചാനലിൽ ചെന്നിരുന്നിട്ട് ഒരു അവതാരകനോ അല്ലെ കൂടിയിരിക്കുന്നവർക്കോ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹം വെക്കുന്ന ഒരു വാദത്തിന് മറുവാദം വെക്കാനോ അതിനെ ജയിക്കാനോ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് കാര്യങ്ങൾ അറിയാം, സത്യസന്ധമായിട്ട് പറയും. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഉള്ളിൽ വിളിക്കാറില്ല. കാരണം ഏഷ്യാനെറ്റിനകത്ത് വൈകിട്ട് അന്തിച്ചർച്ച ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ ചാനലിനകത്തും ഉണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഉദാഹരണം ഞാൻ പറഞ്ഞു, ഉദാഹരണത്തിനകത്ത് വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഉദാഹരണം നീറ്റ് സമരമാണെന്ന് വെച്ചു. നീറ്റ് സമരത്തിനകത്ത് എല്ലാവരെയും വിളിക്കും, സാറേ ഞങ്ങളുടെ എഡിറ്റോറിയലിന്റെ തീരുമാനം ഇങ്ങനെയാണ്, അപ്പൊ അതിന്റെ ആ രീതിയിലൊന്ന് പറയണേ. TJ വിളിച്ചാൽ പറയും, ഞാൻ എന്റെ കാര്യം പറയും, ഇയാളുടെ എഡിറ്റോറിയൽ അവിടെ ഇരിക്കും, ഞാൻ ഇതിനകത്തെ കാര്യം വ്യക്തമായിട്ട് എന്താണെന്ന്. അപ്പം ഈ നമ്മൾ പറയുന്നില്ലേ, മാധ്യമങ്ങൾ നിഷ്പക്ഷമല്ലെങ്കിൽ, ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നീറ്റ് സമരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, നീറ്റ് സമരം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരുടെ താല്പര്യങ്ങളാണ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ചാനൽ. ഏഷ്യാനെറ്റ് ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ, മറ്റു ചാനൽ വിചാരിക്കുന്നെങ്കിൽ ആ എഡിറ്റോറിയലിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയാൻ TJ കിട്ടത്തില്ല. അതുകൊണ്ട് TJയെ പല ചാനലുകളും ഒഴിവാക്കി. മനസ്സിലായി? സ്മൃതി പ്രതികരണമൊക്കെ അടിച്ചിരുത്തുന്ന കണ്ടു. കാര്യം വെച്ചാൽ ആ തെറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് പുള്ളിയുടെ. പുള്ളിക്കറിയാം, ചോദിക്കാൻ അറിയാം, മറുപടി പറയാനറിയാം. ഇത്രയും കാലം കൊണ്ട് ഈ പറയുന്നത് പോലെ വായനയും എഴുത്തും മറ്റു പലതും അല്ലെങ്കിൽ എല്ലാ പലരും നോളജ് ഉണ്ട്. അപ്പൊ ഇവർ ഈ കാര്യങ്ങളൊന്നും പറയുന്നത് ഇപ്പൊ തന്നെ ഈ ആർക്കുണ്ട് ഈ പറയുന്ന ഞാൻ മിക്കവാറും നമ്മുടെ ചാനലിൽ വരുന്ന ഒരു ഹൈക്കോടതി വക്കീലുണ്ടോ, നല്ല എൻ്റെ കൂട്ടുകാരനാണ്, നല്ല വക്കീല. എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി അവിടെ ടോക്കിലൊക്കെ വരും, എൻ്റെ അടുത്ത് വരുന്നുണ്ട് പറയും ഇവർ ഈ നിയമത്തെ പറ്റിയൊക്കെ ഓരോ നിയമമൊക്കെ വരുമ്പോൾ ഓരോ കേസിന്റെ ഒക്കെ വിധിയൊക്കെ വരുമ്പോഴേ ഈ അവതാരകരായിട്ടുള്ള ഇരിക്കുന്നവരൊക്കെ ഈ നിയമത്തെ പറ്റി അങ്ങനെ ആവണ്ടേ ഇങ്ങനെ ആവണ്ടേ ജുഡീഷ്യറി അങ്ങനെയൊന്നും അല്ല പറയത്തില്ലയോ എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങാത്തൊക്കെ ഒരു പരിജ്ഞാനവും ഇല്ലാതാണ് ഓരോ നിയമം അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ. കോടതിക്കകത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കോടതി നോക്കിക്കണ്ട് അതിന്റെ യഥാർത്ഥ മൂല്യത്തോടു കൂടി വിധി പറയുന്നിടത്താണ് ഇവർ പ്രത്യേകിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അതായത് പറയുന്ന വിഷയത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട പല ചാനലിനകത്ത് ഇരുന്ന് ആധികാരികമായിട്ട് സംസാരിക്കുന്നവർക്ക് അവരെ ആ കാര്യത്തെ പറ്റിയോ വിഷയത്തെ പറ്റിയോ ഒന്നും ഒരു ബോധ്യമില്ലാത്തവരാണ്. ആ രീതിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർക്കൊക്കെ അവിടെ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ അതിനകത്ത് അങ്ങ് ചെയ്യുന്നു, പിന്നെ എഡിറ്റോറിയൽ എന്നൊരു കാര്യം പറയുന്നു, അവരുടെ കൊടുക്കുന്നു, ഈ ഫ്രണ്ടില് നോക്കി സംസാരിക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ട്, അതിനകത്ത് നോക്കി സംസാരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അല്ലാതെ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ, ഇന്ത്യയുടെ വിഷയങ്ങളിൽ, ലോക വിഷയങ്ങളിൽ, മറ്റ് പല വിഷയങ്ങളിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അവബോധമുള്ളവരോ അറിവുള്ളവരോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഒന്നും ഉള്ളവരല്ല. അപ്പോൾ അതവിടെ പോട്ടെ. ഇപ്പൊ TJ മോഹൻദാസ് ഇപ്പൊ നാട്ടിൽ വന്നു, അദ്ദേഹത്തിന്റെ അവിടെ വന്നു, അദ്ദേഹത്തെ രാജ്യസ്നേഹികൾ, അങ്ങനെയാ പറഞ്ഞത്, രാജ്യസ്നേഹികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുന്ന് വലിയ വലിപ്പത്തിൽ സ്വീകരിച്ച്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ലക്ഷങ്ങളെന്ന് പറയും, അദ്ദേഹം വേറെ ലെവലിലേക്കായി. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ TJ മോഹൻദാസിനെ ഈ അറസ്റ്റിന് ശേഷം ഭയങ്കര മാധ്യമ റേറ്റിംഗും കിട്ടുമല്ലോ, പിന്നെ അയാളെ മോശം കൂടെ ആക്കാം. അപ്പൊ ഇങ്ങനെ കൊണ്ടു നടന്നപ്പം ദേശീയ മാധ്യമങ്ങൾ TJയെ പറ്റി വന്ന വാർത്ത കേൾക്കണമായിരുന്നു. ഇവിടെ ആരും കണ്ടില്ലല്ലോ. ദേശീയ മാധ്യമങ്ങൾ TJ അറസ്റ്റ് ചെയ്ത വിഷയമായി. ഡൽഹിയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും പോലെ ഈ CJP സമരത്തിനകത്ത് വന്ന വിഷയത്തിനകത്തോടെ TJ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത, അതായത് ഇവർ ഒരു കാര്യം ചെയ്തു കൊടുത്തു. TJ ഇപ്പം നമ്മൾ ഈ പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കുന്നെങ്കിൽ TJ ഇപ്പൊ അങ്ങ് മേപ്പോട്ട് കയറി, TJയുടെ ഗ്രാഫ് അങ്ങേ അറ്റം പോയി, TJയുടെ ലെവല് വേറെ ലെവലായി. മനസ്സിലായല്ലോ? ഇവർ ചെയ്തു കൊടുത്ത ഒരു കാര്യം കൊണ്ട് TJയുടെ ലെവല് വേറെ ലെവലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ TJയെ ഒതുക്കാൻ നിന്നവർക്കും മറ്റു പലർക്കും കൂടി മനസ്സിലായി. പിന്നെ ഇനി ഈ പറയുന്ന ഇദ്ദേഹത്തെ നമ്മൾ ചില ആൾക്കാർക്കൊന്നും അറിയത്തില്ല, അവരും കൂടെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് അറിയണമല്ലോ, അയാൾ എന്താണ് പറഞ്ഞത് മറ്റു. അപ്പൊ TJയെ പറ്റി പഠിക്കുമ്പോഴും TJയുടെ ടോക്ക് കേൾക്കുമ്പോഴും കൃത്യമായിട്ട് പഠിക്കുമ്പോഴും ഒക്കെ മനസ്സിലായി പ്രശ്നം എന്താണെന്നുള്ള കാര്യം പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ബോധ്യമാകും. അതായത് TJ എന്ന് പറയുന്ന ആ 71കാരനെ കൊണ്ട് പ്രശ്നമുള്ളവരാരാണെന്നും എന്താണ് പ്രശ്നമെന്നും വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. പ്രശ്നം ആ മനുഷ്യൻ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യൻ പറയുന്നതിനകത്ത് വാസ്തവമുണ്ട്, ആ മനുഷ്യൻ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്, ആ മനുഷ്യൻ പലരുടെയും കള്ളക്കളികളും കള്ളത്തരങ്ങളും ഒക്കെ പൊളിച്ചു കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുതന്നെയാണ് TJ മോഹൻദാസ് എന്ന് പറയുന്ന ആളുടെ കുഴപ്പവും.